ഇന്നെന്താണെന്നറിയില്ല, പൊറോട്ട കഴിക്കാൻ വല്ലാത്ത പൂതിട്ടോ. കുറേ ദിവസമായിട്ടോ പൊറോട്ട വാങ്ങി. കുറേന്ന് പറയുമ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാവും. അങ്ങനെ ഞാനൊന്നും പൊറോട്ട വാങ്ങിക്കുന്ന വീട്ടിൽ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം അവർക്ക് എന്തോ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ നേരെ നമ്മുടെ അരകുറിശി അമ്പലത്തിൻ്റെ അവിടെ പോയി. അവിടെ പിന്നെ ഒരു കട ഉണ്ട് കേട്ടോ. അവിടെ എന്തായാലും പൊറോട്ട ഉണ്ടാകാറുണ്ട്. പക്ഷെ നല്ല തിരക്കുള്ള ഒരു കടയാണ്. അവിടെ പോയി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് പൊറോട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ 10 പൊറോട്ടയും വടിയും കടലക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ തിരിച്ചു. അവിടെയാണെങ്കിൽ ഒരു മൂച്ചിൻ്റെ ചോട്ടിൽ നിറച്ച് മാങ്ങണ്ട് കേട്ടോ. എല്ലാവരും പെറുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പെറുക്കാനൊന്നും നിന്നില്ല. കാരണം കുട്ടികളൊക്കെ മദ്രസ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോഴേക്കും എന്തായാലും അവിടെ പിന്നെ അവരെ കൊണ്ടുവരാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനം, അവർ നടന്നു വന്നോളും. അപ്പോഴേക്കും എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് കട്ടഴിക്കുന്നതും പൊതി കഴിക്കുന്നതൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും. അപ്പോഴേക്ക് പൊറാട്ടയൊക്കെ പാത്രത്തിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റും. അങ്ങനെ ഓല് 3 പൊറാട്ട കഴിക്കാനിരുന്നു. എന്നാൽ പിന്നെ എന്തിനപ്പം ഞാൻ ആരെന്നെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും പൊറാട്ട കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ്. നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ ചിക്കൻ കറി കുറച്ച് നീട്ടിയിട്ടാണ് കേട്ടോ വെക്കാറ്. അത്യാവശ്യം അതിൽ ഒഴിക്കാൻ കറി വേണമല്ലോ. 4 മണിക്കത്തെ നമ്മുടെ പലഹാരം ഇതാണ് കേട്ടോ. നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേ കഴിച്ചു. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴിക്കും. രാവിലെ 10 പൊറാട്ട എന്തിനാ വാങ്ങിയെന്ന് വിചാരിച്ചാൽ 2 വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും. അതിങ്ങനെ നമുക്ക് പാലൊഴിച്ച് പാൽ പൊറോട്ടയായിട്ട് കഴിക്കാനാണ്. വൈകുന്നേരം അതൊന്ന് ചൂടാക്കി പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ്. വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുഞ്ഞാക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 ടൈം ആകുമ്പോഴേക്ക് 3 കൂടെ ഒരുങ്ങി നിന്നു. അപ്പോൾ ഇന്ന് 2 സന്തോഷപ്പെട്ട കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ബർത്ത്ഡേ ആണ്, ഒന്ന് ഡിവോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ വിശദ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.